പുലർച്ചെ 5 മണി. മൊബൈൽ ഫോണിൽ ഒരു അത്യാവശ്യ കോൾ വരുന്നു. മറുവശത്തുള്ളയാളുടെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തുള്ള ആരാധനാലയത്തിലെ ഉച്ചഭാഷിണിയിൽ നിന്ന് മുഴങ്ങുന്ന പ്രാർത്ഥനയോ ഗാനമോ ആ സംഭാഷണത്തിനെ വിഴുങ്ങിക്കളയുന്നു. വീണ്ടും വീണ്ടും ഹലോ ഹലോ എന്ന് പറയേണ്ടി വരുന്നു. ഒടുവിൽ കോൾ വിച്ഛേദിക്കപ്പെടുന്നു. ഇതൊരു വ്യക്തിയുടെ മാത്രം അനുഭവമല്ല. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്ന് ആയിരക്കണക്കിന് ആളുകളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വലിയൊരു അസൗകര്യമാണിത്. ഒരു കാലത്ത് ആഘോഷങ്ങളുടെ മാത്രം ഭാഗമായിരുന്ന ഉച്ചഭാഷിണികൾ ഇന്ന് പല പ്രദേശങ്ങളിലും ദൈനംദിന പശ്ചാത്തല ശബ്ദമായി മാറിയിരിക്കുന്നു. ആരാധനാലയങ്ങളിലായാലും രാഷ്ട്രീയ പരിപാടികളിലായാലും വിവാഹവേദികളിലായാലും ഒക്കെ ശബ്ദത്തിൻ്റെ തീവ്രതയിലും ദൈർഘ്യത്തിലും മത്സരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ശബ്ദം എത്ര ഉച്ചത്തിലാകുന്നുവോ അത്രയും പരിപാടി വിജയിച്ചു എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ വളരുന്നതും ആശങ്കാജനകമാണ്. ശബ്ദം മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആരോഗ്യത്തെയും മാനസിക സമാധാനത്തെയും സാമൂഹിക ജീവിതത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന അളവിൽ അത് ഉയരുമ്പോഴാണ് ശബ്ദ മലിനീകരണമാകുന്നത്. ഈ മലിനീകരണം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ ആഘാതം ശരീരത്തിലും മനസ്സിലും സമൂഹത്തിലും വ്യക്തമായി അനുഭവപ്പെടുന്നുണ്ട്. ശബ്ദമലിനീകരണത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് ആശയവിനിമയത്തിൻ്റെ തടസ്സം. അത്യാവശ്യ ഫോൺ വിളികൾ പോലും വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെടാനോ അടിയന്തര സേവനങ്ങളിലെ അവിടെയൊക്കെ വിളിക്കാനോ ശ്രമിക്കുന്നവർക്ക് ഇത്തരം ശബ്ദ കോലാഹലങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആശയവിനിമയം തടസ്സപ്പെടുത്തുന്നത് കേവലം ഒരു അസൗകര്യം മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഇത് ജീവൻ പോലും അപകടത്തിലാക്കാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഡിജിറ്റൽ യുഗത്തിൻ്റെ മറ്റൊരു പുതിയ പ്രശ്നവും ഉയർന്നു വരുന്നുണ്ട്. യൂട്യൂബ്, ഓൺലൈൻ മാധ്യമങ്ങൾ, അധ്യാപകർ, കണ്ടന്റ് ക്രിയേറ്റർ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ വീടുകളിൽ നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയും ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നെപ്പോലെ റെക്കോർഡിംഗ് ആരംഭിച്ചാൽ പെട്ടെന്ന് പുറത്തുനിന്ന് ഉച്ചഭാഷിണിയുടെ ശബ്ദം കടന്നു വരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം വെറുതെയാകുന്നു. വീടുകൾ ഇന്ന് ഓഫീസും സ്റ്റുഡിയോയും ക്ലാസ് മുറിയും കൂടിയാകുന്ന സാഹചര്യത്തിൽ അനാവശ്യ ശബ്ദം വ്യക്തികളുടെ തൊഴിൽ സ്വാതന്ത്ര്യത്തെയും ഉപജീവനത്തെയും നേരിട്ട് ബാധിക്കുന്നു. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുടെ മീറ്റിങ്ങുകൾ തടസ്സപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നഷ്ടമാകുന്നു. സാമ്പത്തിക ഉൽപാദനക്ഷമതയെ പോലും ബാധിക്കുന്ന ഘടകമായി ശബ്ദമലിനീകരണം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിലേറെ ഗുരുതരമാണ് രാത്രികാലങ്ങളിലെ ശബ്ദമലിനീകരണം. രാത്രി എന്നത് വിശ്രമത്തിൻ്റെയും ശരീരത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെയും സമയമാണ്. ആ സമയത്ത് ഉച്ചഭാഷിണികളിൽ നിന്നുള്ള ഗാനങ്ങളും പ്രഭാഷണങ്ങളും മനുഷ്യൻ്റെ ഉറക്കത്തെ തകർക്കുന്നു. തുടർച്ചയായുള്ള ഈ ഉറക്കക്കുറവ് രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, മാനസിക പിരിമുറക്കം, ഓർമ്മക്കുറവ്, വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ഇതിലെ ഏറ്റവും വലിയ ഇരകൾ സംസാരിക്കാൻ കഴിയാത്ത ജീവികളാണ്. പക്ഷികൾക്ക് ഇണയെ വിളിക്കാനും അപകട സൂചന നൽകാനും കൂടുകളിലേക്ക് മടങ്ങാനുമെല്ലാം ശബ്ദം അനിവാര്യമാണ്. കൃത്രിമ ശബ്ദത്തിന്റെ ആധിപത്യം അവയുടെ സ്വാഭാവിക ആശയവിനിമയം തകർക്കുന്നു. വവ്വാലുകൾക്കും തവളകൾക്കും അനേകം കീടങ്ങൾക്കും വളർത്തു മൃഗങ്ങൾക്കും ഇതിൻ്റെ ആഘാതം ഗുരുതരമാണ്. പ്രകൃതിയുടെ സംഗീതത്തെ മനുഷ്യർ ശബ്ദങ്ങൾ കൊണ്ട് മൂടിക്കളയുകയാണ്. പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണി ഉപയോഗം. എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമൊക്കെ ഉണ്ട്. എന്നാൽ ഒരു മതത്തിൻ്റെ ആരാധന മറ്റൊരാളുടെ ആരോഗ്യത്തിനും ഉറക്കത്തിനും പഠനത്തിനും തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തിനും തടസ്സമാകരുത്. പ്രാർത്ഥനയുടെ സന്ദേശം ശബ്ദ മത്സരമല്ല, സമാധാനമാണെന്ന് സമ്മതിക്കുമല്ലോ ഈ വിശ്വാസികളെല്ലാം. ഇന്ന് പല പ്രദേശങ്ങളിലും ആരാധനാലയങ്ങൾ തമ്മിൽ പോലും ശബ്ദത്തിൻ്റെ മത്സരമാണ് അനുഭവപ്പെടുന്നത്. ഒടുവിൽ ആരാധനയുടെ പേരിൽ അവശേഷിക്കുന്നത് യന്ത്രങ്ങളുടെ കാതടപ്പിക്കുന്ന മുഴക്കമാവുകയും ചെയ്യുന്നുണ്ട്. സാങ്കേതികവിദ്യ ഏറെ മുന്നേറിയ ഈ കാലത്ത് ആരാധനാലയത്തിലുള്ളവർക്ക് മാത്രം വ്യക്തമായി കേൾക്കുന്ന ശബ്ദ സംവിധാനങ്ങൾ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് മൊബൈൽ ആപ്പുകളിലൂടെയും മറ്റും തത്സമയ സംപ്രേഷണം നടത്താനുമാകും. എന്നിട്ടും കിലോമീറ്ററുകൾ അകലെയുള്ളവരിലേക്ക് പോലും അതിശക്തമായ ശബ്ദം എത്തിക്കണമെന്ന സമീപനം തിരുത്തപ്പെടേണ്ടതാണ്. ഇത് മതത്തിനെതിരായ ചർച്ചയല്ല, അമിത ശബ്ദത്തിനെതിരായ ചർച്ചയാണ്. ഇത് ആഘോഷങ്ങൾക്കെതിരായ നിലപാടല്ല, മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കണമെന്ന അഭ്യർത്ഥനയാണ്. ഒരു രോഗിയുടെ ഉറക്കം, വിദ്യാർത്ഥിയുടെ ഏകാഗ്രത, നവജാത ശിശുവിൻ്റെ വിശ്രമം, പ്രായമായ ഒരാളുടെ ആരോഗ്യാവസ്ഥ, ഇവയെല്ലാം ഒരു സമൂഹത്തിൻ്റെ പരിഗണനയ്ക്ക് അർഹമാണ്. നിശബ്ദത ആർക്കും ദാനമായി ലഭിക്കുന്ന ഒന്നല്ല, അത് ഓരോ പൗരൻ്റെയും അവകാശമാണ്.
ശബ്ദമുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും അതിരുകളുണ്ട്. ആ അതിരാണ് മറ്റൊരാളുടെ സമാധാനപരമായ ജീവിതം. പ്രകൃതിയുടെ സംഗീതം മനുഷ്യനെ ജീവിപ്പിക്കുന്നു. മനുഷ്യന്റെ അമിത ശബ്ദം പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ ക്ഷീണിപ്പിക്കുന്നു. വികസിത സമൂഹത്തിന്റെ അടയാളം ഉച്ചത്തിലുള്ള ശബ്ദമല്ല, മറ്റൊരാളുടെ നിശബ്ദതയെ ബഹുമാനിക്കുന്ന സംസ്കാരമാണ്. അത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നമ്മൾ തയ്യാറാകണം.